അസ്സലാമലൈക്കും. നിങ്ങളുടെ സ്വന്തം ഹാജൂസ്. ഇത് എല്ലാവരും ഒന്ന് കേൾക്കണം. ഈ വീഡിയോ സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. ഒരു നോൻപിൻ്റെ കുറച്ച് മുന്നേ നമ്മളെ കുടുംബത്തിൽ തന്നെ നമ്മൾ മരിച്ചൊരു വീട്ടിൽ പോകാനായിട്ടായി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു വാപ്പാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഒരു മോളന്നുള്ളൂ അവർക്ക്. ആ മോൾക്ക് മക്കളൊക്കെ ഇരിക്കണ്. അപ്പോൾ ആ മരിച്ച അവരെ ഭാര്യ ഉണ്ടല്ലോ, ഈ മകളെടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ മകൾക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ആട്ടനക്കൊന്നുമില്ല. ഒരു രാത്രിയാണ് മരിച്ചിരിക്കണത്. ഇനി മകനെത്തിയിട്ട് വേണം മയ്യത്തെടുക്കാൻ. അപ്പോൾ ഫീസറിൽ വെച്ചിരിക്കുകയാണ് ഒരു ദിവസം. ഈ ഉമ്മാക്കാണെങ്കിൽ ആ ഭർത്താവ് മരണപ്പെട്ട വേദനയും പോരാത്തത് മകളുടെ കിടുത്തം കണ്ടിട്ട് എൻ്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിക്കോ വെച്ചിട്ട്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ആകെ അന്തം വിട്ടിട്ടാ ആ മോളെ കിടുത്തം കണ്ടിട്ട്. ഒരാട്ടനക്കൊന്നുമില്ല. ഒരു സ്പൂണിൽ ലസിച്ച വെള്ളം ഇങ്ങനെ കൊടുക്കണം. കല്യാണം കഴിച്ചൊരു മകളെ കണ്ട സ്ത്രീക്ക്. പക്ഷെ പുറത്തുനിന്ന് ഇങ്ങനെ ആൾക്കാർ പറയാണ് ആ മകളും ആ ബാപ്പിയും അത്ര സ്നേഹത്തിലിരുന്നാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ ആ ബാപ്പാനെ മകളെയും കൂടിയുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ പവറാണ് ആ പെൺകുട്ടിയോടെ കാട്ടുന്നത്. എല്ലാവർക്കും പേടിയായിട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ കുറച്ച് മുന്നേ ഒരു മരണ വീട് നമ്മൾ പോയ സമയത്ത് ആ സ്ത്രീൻ്റെ ഭർത്താവാണ് മരിച്ചിരിക്കുന്നത്. അപ്പോൾ മയ്യത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവില്ല, അവരെ ഭാര്യമാർ കുളിച്ച് അവർ ഒരു 3 മാസം അല്ല 4 മാസം ഒരു ഇരുത്തുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ മൂത്ത മകൾ പറഞ്ഞു അവരെ ആ സ്ത്രീനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ കുടുംബക്കാർ ഇനിയിപ്പിച്ച് കൊണ്ടുവന്ന് നിന്നപ്പോൾ എൻ്റെ ഉമ്മ പോണ്ട, എൻ്റെ ഉമ്മാനായിരുത്തണ്ടെന്ന് പറഞ്ഞു. എൻ്റെ ഉപ്പ ഹയാത്തിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു സന്തോഷം എൻ്റെ ഉമ്മാക്ക് നൽകിയിട്ടില്ല. അങ്ങനത്തെ ആ ബാപ്പാക്ക് വേണ്ടിയിട്ട് എന്തിനാണ് എൻ്റെ ഉമ്മ ഇരിക്കുന്നത്? എൻ്റെ ഉമ്മ ഇരിക്കേണ്ട. എൻ്റെ ഉമ്മാക്ക് ആവശ്യമുള്ളത് ഉമ്മാക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഉമ്മ എന്തെങ്കിലും ഉപ്പാക്ക് വേണ്ടി ചെയ്തോട്ടെ, അല്ലാതെ ഞങ്ങൾ മക്കൾ സമ്മതിക്കൂല. ഹയാത്തിലൊരു ഇതിൻ്റെ ഒപ്പം ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു സന്തോഷം എൻ്റെ ഉമ്മാക്ക് കൊടുത്തിട്ടില്ല. ഇതാണ് എല്ലാവരോടും പറയാനുള്ളത്. നമ്മൾ മക്കളായാലും ഭാര്യമാരായാലും നമ്മൾ ജീവിതത്തിലുണ്ടല്ലോ, കൂട്ടിപ്പിടിച്ചാൽ അപ്പോൾ തന്നെ അവർ മരിച്ചാൽ അവർക്ക് സങ്കടം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ആ സങ്കടമൊന്നും അവർക്ക് ഉണ്ടാവില്ല, ഏത് മക്കൾക്കും.